തിരുവനന്തപുരം കോർപ്പറേഷനിലെ കാപ്പ കേസ് പ്രതിയായിട്ട് ജയിലിൽ കഴിയുന്ന ആർ സുഗതൻ, അദ്ദേഹം വലിയൊരു കടമ്പയാണ് കഴിഞ്ഞ ദിവസം കടന്നത്. രണ്ടാമത് സത്യപ്രതിജ്ഞ ചെയ്തു. ആദ്യം ഗുരുദേവന്റെ നാമത്തിലാണ് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തത്. അത് മാറ്റിയിട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അത് അങ്ങനെ ഒരു കടമ്പ അദ്ദേഹം ചാടിക്കടന്നു എന്ന് പറയും. പക്ഷെ ഇനി ഒരു വലിയ കടമ്പ അദ്ദേഹത്തിൻ്റെയും ഭരണകക്ഷിയായിട്ടുള്ള BJPയുടെയും മുമ്പിലുണ്ട്. അദ്ദേഹം ഈ അയോഗ്യത കൽപ്പിക്കപ്പെടുന്നതിൻ്റെ വക്കീലാണ്. അടുത്ത കൗൺസിൽ യോഗത്തിൽ കൂടെ പങ്കെടുക്കാൻ പറ്റിയില്ലെങ്കിൽ അയോഗ്യത കൽപ്പിക്കപ്പെടും. പക്ഷേ ഇങ്ങനെ അയോഗ്യത കൽപ്പിക്കപ്പെടാതിരിക്കാൻ എന്ത് ചെയ്യണം, അല്ലെ എന്ത് ചെയ്യും എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. ഇപ്പോൾ BJP പറയുന്നത് ഫലത്തിൽ പുതിയ സത്യപ്രതിജ്ഞ ചെയ്തതോടെ അദ്ദേഹത്തിന് ഇനി 3 കൗൺസിൽ യോഗങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാം. അതിന് നിയമപരമായ സാധ്യത ഉണ്ടോ നമുക്കറിയില്ല. BJP അങ്ങനെ അവകാശം ഉന്നയിക്കും. പക്ഷേ അതിന് അങ്ങനെ ഒരു നിയമപരമായ സാധ്യത ഇല്ലെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. പിന്നെ മറ്റൊന്നുള്ളത്, അദ്ദേഹം നിയമപരമായിട്ട് അദ്ദേഹത്തിന് അവധിയെടുക്കാം. കൗൺസിൽ യോഗത്തിൽ ഇത്ര നാളത്തേക്ക് അവധി എടുക്കണം എന്ന് അദ്ദേഹത്തിന് ഇത് ചെയ്യാം. മേയർക്കൊരു അപേക്ഷയുടെ കാര്യം അത് കൗൺസിൽ യോഗത്തിൽ വെച്ച് പാസ്സാക്കും. ഇത് കൗൺസിൽ യോഗത്തിൽ പാസ്സാക്കണമെങ്കിൽ ഇപ്പോൾ ഏതാണ്ട് തുല്യത്തിലാണ് നിൽക്കുന്നത്. ഈ 51 പേര് പാസ്സാക്കുന്ന എളുപ്പമില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ട്. പക്ഷേ അപ്പോഴും ഇവർക്ക് ഒരു സ്വതന്ത്ര കൗൺസിലറുടെ പിന്തുണ ലഭിക്കുകയാണെങ്കിൽ അവർക്കത് രക്ഷപ്പെട്ടു പോവാം എന്നാണ് പറയുന്നത്. എന്താണെങ്കിലും ആ സുഗതനെ നമ്മൾ ഇനിയും കൗൺസിലറായിട്ട് കാണുമോ എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ നിലവിൽ സുഗതനെ കാപ്പ കേസിൽ പെടുത്തി 6 മാസത്തേക്കാണ് ജയിലിൽ അടച്ചിരിക്കുന്നത്. ഈ 6 മാസത്തേക്ക് ജയിലിൽ അടച്ചതിൽ അദ്ദേഹത്തിന് ആദ്യം ചെയ്യാമായിരുന്നൊരു കാര്യം, ഈ കാപ്പ ട്രിബ്യൂണലുണ്ട്, അവിടെ അഡ്വൈസറി ബോഡിയുണ്ട്, അവിടെ പരാതി കൊടുത്ത് ഇതിൽ നിന്ന് ഒഴിയുക എന്നുള്ളതാണ്. പക്ഷെ അദ്ദേഹത്തിന് അത് ആ തള്ളി, അഡ്വൈസറി ബോർഡ് എന്ന് പറയുന്നത് കഴിഞ്ഞ സർക്കാർ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണ്. അതല്ല ഇവർ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ അവരാളല്ലേ അതിൽ കാണുള്ളൂ. അത്രയേ ഉള്ളൂ. അത് മാത്രമല്ല, ഇതിനകത്ത് ഇപ്പോൾ ഉള്ള ഒരു പ്രശ്നം, ഈ നിയമപ്രശ്നം, അത് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ഹൈക്കോടതിയെ സമീപിച്ചാൽ ഒരുപക്ഷെ ഇയാൾക്ക് ഈ കാപ്പയിൽ നിന്ന് ഊരാൻ കഴിയും. മാത്രമല്ല ഇയാളിപ്പോൾ ഈ അവധി അപേക്ഷിക്കുന്ന കാര്യത്തിൽ തന്നെ ഒരു സാങ്കേതിക പ്രശ്നമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടപ്പെടുന്നുണ്ട്. ഇയാൾ 6 മാസം അവധിക്ക് ചെന്നാൽ ഇത് ആരോഗ്യപരമായ കാരണങ്ങളാലൊക്കെയാണ് 6 മാസത്തേക്ക് അവധി കൊടുക്കണമെന്നാണ്. ഇയാൾക്ക് പ്രത്യേകിച്ച് അസുഖമൊന്നുമില്ല, എന്നെ കാപ്പ കേസിൽപ്പെടുത്തിയോണ്ട് എന്നെ 6 മാസത്തേക്ക് അവധി തരണമെന്ന് ഇയാൾക്ക് അപേക്ഷിക്കാനും പറ്റില്ല. അല്ല, വേറൊരു കാര്യമുണ്ട്, വിദേശത്തേക്കൊക്കെ പോകുന്ന ആൾക്കാർക്ക് കൊടുക്കാം. 1 വർഷവും 2 വർഷമൊക്കെ കൊടുക്കാം. വിദേശത്തേക്ക് പോകണം, അതായത് പ്രതിഫലം പറ്റുന്ന ജോലിക്ക് വേണ്ടി. വിദേശത്ത് എൻ്റെ മകൾ വിദേശത്താണ് എന്ന് പറഞ്ഞിട്ട് അവധി എടുത്ത് പോകുന്ന ഒരുപാട് പഞ്ചായത്ത് അംഗങ്ങളുണ്ട്. അത് ഞാൻ അവർ പ്രസവ ശുശ്രൂഷയ്ക്ക് വേണ്ടി പോകുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കൊടുത്ത് അവധി എടുക്കും. എന്താണെങ്കിലും ഇത് കൗൺസിൽ പാസ്സാക്കണം. അപ്പോൾ ഈ സത്യത്തിൽ സുഗതൻ്റെ കാര്യം ഒരു വിദേശയാത്ര പോലെ തന്നെയാണ്. 6 മാസം സ്ഥലത്തില്ല, അകത്താണ്, തൃശ്ശൂർ ജില്ലയിലാണ്. ഇവിടുന്ന് തന്നെ കൊണ്ടുപോയിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്തെ ഒരു രാഷ്ട്രീയ കളി ഗംഭീരമായിട്ട് ഉണ്ട്. CPM-ഉം കോൺഗ്രസും ഒരുമിച്ചിരിക്കുകയാണ്. ഇന്ത്യ മുന്നണിയാണ് ഇക്കാര്യത്തിൽ അവർ രണ്ടുപേരും തങ്ങളെ രാഷ്ട്രീയ എതിരാളി നേരിടുന്നതിന് വേണ്ടി അവരുദ്ദേശിക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. ഈ പറയുന്ന VV രാജേഷിൻ്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരം നഗരസഭയുടെ ഭരണം അതിമനോഹരമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ആദ്യം തന്നെ ഇവിടുത്തെ CPM-ൻ്റെ ഗുണ്ടകളെയും CPM അനധികൃതമായി കൈവശം വെച്ചിരിക്കുന്ന കടമുറികളും എല്ലാം തിരിച്ചു പിടിച്ചു. മാത്രമല്ല നഗരസഭാ ഭൂമിയിൽ ഇവർ തന്നെ ബിൽഡിങ്, ഓരോ CPM-ൻ്റെ നേതാക്കന്മാർ തന്നെ ബിൽഡിംഗ് പണിത് ഉയർത്തി അവരത് വാടക. ഇതെല്ലാം ഒന്നൊന്നായിട്ട് VV രാജേഷ് എന്ന് പറയുന്ന മേയർ കണ്ടെത്തുന്നു. ആ കണ്ടെത്തലിനെ തുടർന്ന് ഒഴിപ്പിക്കൽ നടപടി ആരംഭിക്കുന്നു. അപ്പോൾ പിന്നെ എന്താണ് മാർഗം? പിന്നെ ഒരു മാർഗമേ ഉള്ളൂ, ഈ ഭരണം വലിച്ച് താഴെ ഇടുക. അത്രേ ഉള്ളൂ. കാരണം പതിറ്റാണ്ടുകളായി CPM ഭരിച്ച സ്ഥലമാണ്. അപ്പോൾ എത്രമാത്രം കൊള്ള അവിടെ നടന്നിരിക്കുന്നു നമുക്ക് ഊഹിക്കാന്നുള്ളതേ ഉള്ളൂ ഓരോരുത്തരുടെയും ഭരണകാലഘട്ടങ്ങളിൽ. അതുകൊണ്ട് തന്നെ CPM-നെ സംബന്ധിച്ചിടത്തോളം ഈ എന്ത് വില കൊടുത്തും ഈ ഭരണസമിതിയെ പുറത്താക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. പക്ഷേ അത്ര എളുപ്പമല്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ല, ഇതിനകത്ത് നമ്മളെ അമ്പരപ്പിക്കുന്ന ഒരു കാര്യം, കോൺഗ്രസ് ഇതിന് ഒത്താശ ചെയ്യുന്നു എന്നുള്ളതാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ സ്വതന്ത്ര വർഷങ്ങളായി കോൺഗ്രസ് ഒന്നുമില്ലാത്തൊരവസ്ഥയിലാണ്. ഇപ്പോൾ കുറച്ചൊക്കെ ഒരു മെച്ചപ്പെട്ടെന്ന് തോന്നുന്നു. എങ്കിൽ പോലും കോർപ്പറേഷൻ്റെ ഭരണം പിടിക്കാനും വേണ്ടിയുള്ള സ്ഥിതി അവർക്ക് ഇപ്പോഴും ആയിട്ടില്ല. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തിരുവനന്തപുരത്ത് ഈ നഗരസഭാ പരിധിയിൽപ്പെടുന്ന 2 അസംബ്ലി മണ്ഡലങ്ങൾ ഇപ്പോൾ BJPയുടെ കയ്യിലാണെന്നുള്ളതാണ്, കഴക്കൂട്ടവും നിയമവും. ഈ കോൺഗ്രസ് ഫലത്തിൽ എന്താണ് ചെയ്യുന്നത്? കോൺഗ്രസ്സിന് BJP വിരോധം പറഞ്ഞ്, അല്ലെ അഖിലേന്ത്യാ തലത്തിലുള്ള BJP വിരോധം പറഞ്ഞ് ഇവിടെ
BJP-യുടെ മേയർ ചെയ്യുന്ന നടപടികളെ എതിർത്താണ് നിൽക്കുന്നത്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ് ഈ BJP വിരോധം പറയുമ്പോൾ അവരൊരു മറു സൈഡിൽ കൂടെ ഈ CPM-ന്റെ ഗുണ്ടായുസത്തെയും കയ്യേറ്റത്തെയും അതുപോലെ അവരുടെ ഈ അധികാര ദുർവിനിയോഗത്തെയും സംരക്ഷിക്കുകയല്ലേ ചെയ്യും. ആണ്, അത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. കാരണം ഇത് ഞങ്ങൾക്കോ കിട്ടില്ല, എന്നാൽ പിന്നെ ഞങ്ങളെ വലിയ എതിരാളിക്ക് വേണ്ട, കുറച്ച് ചെറിയ എതിരാളിയാണല്ലോ CPM ഇപ്പോൾ നിലവിലെ അവസ്ഥ വെച്ച് നോക്കും. അങ്ങനെ ചെറിയ എതിരാളി കിട്ടിപ്പോട്ടെ, ഭാവിയിൽ ഞങ്ങൾക്ക് കുറേ വർഷം അധ്വാനിച്ചാൽ കോൺഗ്രസ്സുകാർക്ക് കോർപ്പറേഷൻ പിടിക്കാമെന്നുള്ള ചിന്ത അവർ കാണും. പക്ഷേ അത് നടക്കാൻ പോകുന്നില്ല. കാരണം അധ്വാനിക്ക് ആരെ കിട്ടും? അധ്വാനിക്കണ്ടേ? തിരുവനന്തപുരം കോർപ്പറേഷനിലോട്ട് കോൺഗ്രസ് ഇനി നോക്കണ്ട, ഒരു കാരണവശാലും കിട്ടില്ല. മാത്രമല്ല ഇപ്പോഴത്തെ ഈ വിഷയങ്ങളെല്ലാം ഉണ്ട്. ഇനിയിപ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുക എന്ന് വിചാരിക്കും. ഇപ്പം സുഗതന് അയോഗ്യത കൽപ്പിച്ച് ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കാന്ന് വിചാരിക്കും. അവിടെ ഇതിൻ്റെ ഇരട്ടി ഭൂരിപക്ഷത്തിൽ BJP-യുടെ സ്ഥാനാർത്ഥി ജയിക്കും. കാരണം ജനം തെരഞ്ഞെടുത്ത് വിട്ട ആളാണ് സുഗതൻ. അവിടെ അത് CPM-ന്റെ വാർഡിലാണ് സുഗതൻ ജയിച്ചിരിക്കുന്നത്. സുഗതൻ ഗുണ്ടായുസം കാണിച്ചിട്ടല്ല, സുഗതൻ വെട്ടിനും കുത്തിനും അവിടെ ചെന്നിട്ടൊന്നും അല്ല അദ്ദേഹം ജയിച്ചത്. അദ്ദേഹത്തെ ജനങ്ങൾ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണല്ലോ അദ്ദേഹം. ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൻ്റെ നിരീക്ഷണം നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, ഇത് ജനഹിതം നമ്മൾ മാനിക്കണം. ജനങ്ങൾ തിരഞ്ഞെടുത്തതാണ് ഈ വ്യക്തിയെ. അയാൾ കാപ്പ കേസ് പ്രതി എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഒരുപാട് ഈ ജനപ്രതി സഭയിലൊന്നും പോയിരിക്കാൻ കഴിയില്ല. അവരുടെ പേര് ഒരുപാട് കേസുകളുണ്ട്. നമ്മുടെ നാട്ടിലെ നേതാക്കന്മാരെ പോലും പിന്നെ അത് കൊലപാതകമൊന്നും അല്ല, പലരുടെയും പേരുള്ള രാഷ്ട്രീയ ബന്ധപ്പെട്ട് വണ്ടി കല്ലെറിഞ്ഞതും അല്ലെങ്കിൽ ബസ് റോഡ് തടസ്സപ്പെടുത്തിയതൊക്കെയാണ് കേസുകൾ. അതെ, ഇപ്പോൾ എന്താണെങ്കിലും BJP-യെ ലക്ഷ്യമിടുന്നു, അതിന് സുഗതനെ ഒരു കരുവാക്കുന്നു. എനിക്ക് തോന്നുന്നു ഇവർ ദീർഘവീക്ഷണത്തോടെ പ്രവർത്തിച്ചാണ് CPM. കാരണം BJP അധികാരത്തിൽ വന്നാൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ, ഇങ്ങനെ 1-2 കൗൺസിലർമാരെ പുറത്താക്കാൻ സാധിച്ചാൽ അതിനുവേണ്ടിയാണ് ഈ സുഗതനെതിരെ ഇവർ കാപ്പ കൊണ്ടുവന്ന്. കാപ്പ അയാൾക്കെതിരെ നിയമപരമായിട്ട് നിലനിൽക്കില്ല. BJP-യുടെ സ്ട്രാറ്റജി പാളിപ്പോയതുകൊണ്ട് മാത്രമാണ് ഇവർ ആദ്യമേ തന്നെ ഹൈക്കോടതി ഡിവിഷൻ. അതാണ് ഈ മനസ്സിലാവാത്തത്. ഇത്രയും ഒരു പ്രമുഖരായ അഭിഭാഷകരൊക്കെ ഉള്ള ഒരു പ്രസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഒരു അഭിഭാഷകനെ ബന്ധപ്പെട്ട് അടിയന്തരമായി അന്ന് തന്നെ ഹൈക്കോടതിയെ സമീപിക്കുന്നതിന് പകരം ഇവരിങ്ങനെ സാമിട്ട് നീക്കിയായിരുന്നു. അതാണ് സംഭവിച്ചത്.